നമ്മുടെ നാട്ടിലെ ബംഗാളികൾ വൈറലായ പോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ബംഗാളി റെസിപ്പിയാണ് ബോത്ത. സംഗതി ബംഗാളിയാണെങ്കിലും നമ്മൾ മലയാളികൾക്കും ഇഷ്ടപ്പെടുന്ന എന്തോ ഒരു ടേസ്റ്റ് ഇതിനുണ്ട് കേട്ടോ. പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാവുമ്പോൾ 10-12 അല്ലി വെളുത്തുള്ളി, 8-10 കാശ്മീരി മുളകും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർത്തത്. സാധാ വറ്റൽ മുളകാണെങ്കിലും നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കി മൂപ്പിച്ച് കോരി മാറ്റി അതേ എണ്ണയിലേക്ക് സ്ലൈസ് ചെയ്തെടുത്ത് ഒരു സവോളയും ചേർത്ത് ഇളക്കി വഴറ്റി ഇതുപോലൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ അത് ഒന്ന് കോരി മാറ്റാം. ഇനി അതേ പാനിലേക്ക് ഒരു തക്കാളി രണ്ടായി മുറിച്ചത്, ഒരു ചെറിയ കത്രിക്ക റൗണ്ടിൽ കട്ട് ചെയ്തതും ഇതുപോലെ വെച്ച് കൊടുത്ത് മൂടി വെച്ചൊരു 10 മിനിറ്റ് വേവിച്ചതിന് ശേഷം മൂടി തുറന്ന് ആ തക്കാളിയുടെ തൊലിയൊക്കെ ഇതുപോലെ എടുത്ത് മാറ്റി തിരിച്ച് മറിച്ചു നോക്കിയിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ എന്താ, ഫ്രൈ ചെയ്ത ഐറ്റംസ് ഓരോന്നായി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് കൈ വെച്ച് നന്നായി തിരുമ്മി ഉടച്ചെടുത്ത് 1 ടേബിൾ സ്പൂൺ വാളംപുളി പേസ്റ്റും ചേർത്ത് ഫ്രൈ ചെയ്തെടുത്ത് സവോളയും ചേർത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു പിടി മല്ലിയിലയും ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തെടുത്താൽ ബംഗാളികളുടെയും ഇപ്പോൾ നമ്മൾ മലയാളികളുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രിഞ്ചാൾ ബോത്ത റെഡി. ചോറ്, ചപ്പാത്തി, റൊട്ടി, നാൻ ഇതിനൊപ്പം എല്ലാം നമ്മുടെ ഈ ബോത്ത സെറ്റ് ആട്ടോ. അപ്പൊ എങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലേ. അപ്പൊ ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിനെ പറ്റി ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.